എക്സലിനകത്ത് ഫിൽറ്ററിൻ്റെ യൂസ് എന്തിനാണെന്ന് നോക്കാം. ഡാറ്റ ടാബിനകത്ത് ഫിൽറ്റർ എന്ന് പറയുന്ന കമാൻഡ് വരുന്നുണ്ട്. നമ്മുടെ ടേബിളിൽ എവിടെയെങ്കിലും ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ, ടേബിളിൽ എവിടെയെങ്കിലും ഒരു സെല്ല് ക്ലിക്ക് ചെയ്താൽ മതി. ഫിൽറ്ററിൽ ക്ലിക്ക് ചെയ്താൽ ടേബിളിൻ്റെ ഹെഡിങ്സിൽ ഓരോ ആരോ വീതം വരും. നമ്മളിവിടെ ഞാനിപ്പോൾ നെയിം എന്നുള്ള ഹെഡിങ്ങിൽ ഈ ആരോയിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് സെലക്ഷൻ ടിക്ക് ചെയ്തു. എന്നിട്ട് ഫാസിൽ എന്നുള്ള പേരും അതുപോലെ കിരൺ എന്നുള്ള പേരും ടിക്ക് ചെയ്തു. അപ്പോൾ അവരുടെ മാർക്ക് മാത്രം, അവരുടെ മാർക്ക് ലിസ്റ്റ് മാത്രമായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഈ പഴയ രൂപത്തിലേക്ക് മാറ്റണമെങ്കിൽ അവിടെ തന്നെ ക്ലിക്ക് ചെയ്തിട്ട് സെലക്ട് ഓൾ കൊടുത്താൽ പഴയ രൂപത്തിലോട്ട് തന്നെ മാറും. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് മാത്രം ഫിൽറ്റർ ചെയ്തെടുക്കാൻ പറ്റും, നമുക്ക് ആവശ്യമുള്ളത് മാത്രമായിട്ട് കാണാൻ പറ്റും. ഇപ്പോൾ ടോട്ടൽ മാർക്കിൽ ഞാനിവിടെ സെലക്ട് ഓളിൽ പോയിട്ട് ഞാൻ ടിക്ക് ചെയ്യുന്ന നമ്പേഴ്സ് മാത്രം, ഞാൻ ടിക്ക് ചെയ്യുന്ന ടോട്ടൽ മാർക്കുകൾ മാത്രം കാണിക്കും. 214, 301, 324. വീണ്ടും മൊത്തത്തിൽ കാണുന്നുണ്ടെങ്കിൽ സെലക്ട് ഓൾ കൊടുത്താൽ മൊത്തം ലിസ്റ്റ് വരും. ഇതുപോലെ എല്ലാ സബ്ജക്റ്റിലും നമുക്ക് ആവശ്യമുള്ളത്, ഇപ്പോൾ IT നമുക്ക് 87 മാർക്ക് മാത്രം കണ്ടാൽ മതിയെങ്കിൽ 87 മാർക്ക് 2 പേർക്ക് കിട്ടിയിട്ട് അത് മാത്രമായിട്ട് നമുക്ക് കാണാൻ പറ്റും. വേണ്ട എന്നുണ്ടെങ്കിൽ പഴയ രൂപത്തിലോട്ട് മാറ്റണമെങ്കിൽ സെലക്ട് ഓൾ ക്ലിക്ക് ചെയ്തിട്ട് കൊടുക്കുക. ഫിൽറ്ററിൻ്റെ ഈ ഒരു ആരോ നമുക്ക് ഒഴിവാക്കണം, ഫിൽറ്റർ ഓപ്ഷൻ ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ ഡാറ്റ ടാബിൽ ഫിൽറ്ററിൽ ഒന്നുകൂടെ ക്ലിക്ക് ചെയ്താൽ ഫിൽറ്റർ ഓപ്ഷൻ നമുക്ക് ഒഴിവാക്കാം.